ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആണെങ്കിൽ വന്നിരിക്കുന്നത്. ചെറിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. നമ്മുടെ ഒരു ബ്യൂട്ടി ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. നേരത്തെ ഇപ്പോഴല്ലായിരുന്നു കേട്ടോ. പക്ഷെ നല്ല റിസൾട്ട് ആയിരുന്നു കിട്ടിയത്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വീണ്ടും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ മുഖത്തിന് നല്ല കളർ കിട്ടാനായിട്ടുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ ചെമ്പരത്തിപ്പൂ പറിക്കാൻ പോകുന്നത് കണ്ടല്ലോ. ചെമ്പരത്തിപ്പൂവിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രമാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ വീട്ടിലൊക്കെ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് പിന്നെ പൂ മാത്രം നമ്മൾ മുറ്റത്തു നിന്ന് പറിച്ചെടുക്കാം. ഇനി ചെമ്പരത്തി ഇല്ലാത്തവരാണെങ്കിൽ തൊട്ടടുത്ത വീടുകളിൽ എവിടെയെങ്കിലും ഒരു ചെമ്പരത്തി പൂ കാണും. ചെമ്പരത്തി പൂവിന് പ്രത്യേകിച്ച് പൈസയൊന്നും വേണ്ടല്ലോ. ആരോട് ചോദിച്ചാലും ഒരു 2 പൂ പറിച്ചെടുന്ന് ചോദിച്ചാൽ പറിച്ചോളാൻ പറയും. പക്ഷേ ഈ ചെമ്പരത്തി പൂ കൊണ്ടൊക്കെ ഞാൻ താളി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആദ്യമായിട്ടാണ് ഫേസ് പാക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കി ഇത്ര റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്നൊക്കെ അതുപോലെ നമ്മുടെ മുഖത്തിനൊക്കെ ഈ ചുളിവുകളൊക്കെ വരുന്നതിനുമൊക്കെ ഈ ഫേസ് പാക്ക് നല്ലതാണ്. അപ്പം ഇത് എടുക്കുന്ന എന്നതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ചെമ്പരത്തിപ്പൂ നല്ലപോലെ അരച്ചുകൊണ്ട് വരണേ. അപ്പം ഞാനൊരു 5 ചെമ്പരത്തിപ്പൂ എടുക്കുന്നുണ്ട് ഇത്രയും. അതിൻ്റെ നമുക്ക് വേണ്ടി പൂവിൻ്റെ ഇവിടുത്തെ ഇത് വേണ്ട കേട്ടോ. ഈ പൂമ്പൊടി കണ്ടോ, അത് വേണ്ട നമുക്ക്. അത് കളയുക. പിന്നെ നമ്മുടെ ഈ പുറകുവശത്തെ ഈ പച്ച സംഭവങ്ങളൊക്കെ ഇല്ലേ, ഇതിൻ്റെ ഇത് തണ്ട്, അതൊക്കെ കളഞ്ഞേക്കുക. ബാക്കി മതി നമുക്ക്. ഇത്രയും മതി നമുക്ക്. പൂ മാത്രം മതി നമുക്ക്. അപ്പോൾ ഇത് ഞാൻ 5 പൂവാണ് ഇപ്പോൾ എടുക്കുന്നത്. 5-6 പൂ എടുക്കുക. അപ്പോൾ നമ്മുടെ മുറ്റത്ത് 3 പൂ ഇപ്പോൾ ഉണ്ടായിരുന്നു. ബാക്കി പിന്നെ ഞാൻ കണ്ണനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയപ്പോഴത്തേക്ക് വഴിയിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണേ. അപ്പോൾ അങ്ങനെ 5 പൂ, 5 അല്ല 6 പൂ, 6 പൂ ഞാൻ പറിച്ചു. 3 പൂ വഴിയിൽ നിന്നും പറിച്ചു, 3 പൂ നമ്മുടെ ഇവിടെ നിന്നും പറിച്ചു. അങ്ങനെ 6 പൂവുണ്ട്. അപ്പോൾ ഈ 6 പൂ കൂടെ മിക്സിയിലിട്ട് അരയ്ക്കാമെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നല്ലപോലെ അത് അരഞ്ഞ് കിട്ടത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ മിക്സിയിൽ ഇച്ചിരി അതിനൊക്കെ ഉണ്ടെങ്കിലല്ലേ നല്ലപോലെ അരഞ്ഞിട്ട്. പിന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മിക്സി അങ്ങനെ ഒരു ഇച്ചിരി ഇട്ടാലും നല്ലപോലെ അരഞ്ഞ് കിട്ടുന്നതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അരച്ചെടുക്കാം, മിക്സിയിൽ അരച്ചെടുക്കാം, കുഴപ്പമില്ല. വെള്ളം ചേർക്കാൻ പറ്റത്തില്ല. വെള്ളം ചേർത്ത് അരക്കല്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. അപ്പം ഞാൻ എന്ന് വെച്ചാൽ അരകല്ലിൽ അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം തൊടാതെ അരച്ച് നല്ലപോലെ എടുക്കാമല്ലോ. 2-5 പൂവല്ലേ ഉള്ളൂ. ഈ പൂ എന്ന് പറയുമ്പോൾ കല്ലോട്ട് വെക്കുന്നത് എങ്ങാ അരഞ്ഞ് പോകും. അപ്പോൾ അതുകൊണ്ട് കല്ല് വെച്ച് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിതൊന്ന് അരച്ചുകൊണ്ടൊക്കെ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ കാണുന്നവരാണെങ്കിൽ, വീഡിയോ ഒക്കെ കാണുന്നവരല്ല, വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിലും അങ്ങനെയുള്ളവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ. കുറച്ച് പേര് മാത്രമല്ല, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കമൻറ്റ് ഇടാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പം ടൈപ്പ് ചെയ്യാനൊക്കെ മടിയുള്ളവർ കാണും. ഞാൻ പൊതുവേ മടി ചെയ്യാടും കേട്ടോ കമൻറ്റ് ഇടാനായിട്ട്. അപ്പോൾ അതുപോലെ എന്നെ പോലുള്ള ആരെങ്കിലും കാണും ലൈക്ക് ഇടാനായിട്ട് ഒരു മടി ഉണ്ടല്ലോ, ചുമ്മാ തൊട്ടാൽ പോരെ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ചുമ്മാ തൊട്ടാൽ പോരെ. അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നല്ല അടിപൊളി നല്ല റിസൾട്ട് കിട്ടുന്നൊരു ഫേസ് പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് അപ്പോൾ അതൊന്ന് ഇത് അരച്ചുകൊണ്ടൊക്കെ വന്നതിന് ശേഷം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പം നമ്മുടെ ചെമ്പരത്തിപ്പൂ ഞാൻ അരച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂ അരച്ചുകൊണ്ട് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനകത്തിട്ട് ബാക്കി ചേർക്കുന്ന മുമ്പ് നമ്മുടെ മുഖം ഒന്ന് നല്ല, ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ, ഞാൻ അന്ന് എന്നായിരുന്നു, കുറച്ച് ദിവസമായിരുന്നു മുഖം ഒന്ന് സ്ക്രബ് ചെയ്യുന്ന കാണിച്ചായിരുന്നു. അപ്പം ഇന്നൊന്നും കൂടെ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്യാമെന്ന് വിചാരിച്ച്. സ്ക്രബ് ചെയ്യുന്ന എല്ലാ ദിവസവും ചെയ്യേണ്ടതെന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായി, ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ വെയിലും എല്ലാം കൊണ്ട് എൻ്റെ മുഖം ഒന്നും കൂടെ വീണ്ടും വല്ലാതായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് നമ്മുടെ അജിത ചേച്ചിയുടെ ചാനലിൽ നിന്ന് കണ്ടുപിടിച്ചാണ് സ്ക്രബ് ചെയ്യുന്നത്. പഞ്ചസാരയും പിന്നെ പാലും ബ്രൂവിൻ്റെ പൊടിയും കൂടെ ഇട്ട് അങ്ങനെ സ്ക്രബ് ചെയ്യട്ടെ. പഞ്ചസാര വലിയ തരി പഞ്ചസാരയാണെങ്കിൽ നല്ലപോലെ ഒന്ന് ഇട്ടൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ. വലിയ തരിയാകുമ്പോൾ ചിലപ്പം മുഖം മുറിയാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് ചിലപ്പോഴും എടുത്തിട്ട് ഒന്ന് അലുത്തതാണ്. ഇപ്പം ആദ്യമേ മുഖത്തെല്ലാം നല്ലപോലെ ഒന്ന് തേച്ച് കൊടുത്ത് ഇവിടെ എല്ലാം വീഴുന്നുണ്ട്. ഞാൻ അതിന് ഈ ഡൈനിങ് ടേബിളിലോട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഡൈനിങ് ടേബിളിലോട്ടേ വീഴത്തുള്ളൂ. അപ്പോൾ നമുക്കത് കളയാൻ എളുപ്പമുണ്ട്. നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. കൈ ഇങ്ങനെ വെച്ച് സ്ക്രബ് ചെയ്യുള്ളൂ. അതുപോലെ നമ്മുടെ നെറ്റിയിലൊക്കെ ഇങ്ങനെ റൗണ്ടി വേണം സ്ക്രബ് ചെയ്യാനായിട്ട്. അതുപോലെ കഴുത്തിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ചെയ്യാവുള്ളൂ. ഇതൊക്കെ എന്നാളൊരു ദിവസം പറഞ്ഞാണ്. സ്ക്രബ് ചെയ്തിട്ട് വരാവേ. ഇപ്പം മുഖമൊക്കെ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് തുടച്ച് മാറ്റാം. നനഞ്ഞ തുണി കൊണ്ട് തുടച്ചാൽ മതി. നമ്മൾ ഈ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടല്ലോ മുഖത്തിന് നല്ല ഒരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. എൻ്റെ വെള്ള ടർക്കിയുള്ള ബ്രൂവ് എല്ലാം കൂടെ പറ്റിയുണ്ടല്ലോ. ഇവിടെ എല്ലാം വെള്ളമായി.
ഇത് കണ്ടോ, അത് ഒരു സ്ക്രബ് ചെയ്തപ്പം തന്നെ മുഖത്തിന് ആ ഒരു കളർ വ്യത്യാസം വന്നില്ലേ. നിങ്ങളിപ്പോൾ ആദ്യം എൻ്റെ മുഖം കണ്ടിരുന്ന കണ്ടല്ലേ ഒരുമാതിരി കറുത്ത്. വെയിൽ കൊണ്ട് പെട്ടെന്ന് കറക്കുന്ന മുഖം എൻ്റേത്. വെയിൽ കൊണ്ട് പെട്ടെന്ന് കരിക്കട്ട പോലെ കറക്കും. ഇനി നമുക്ക് മുഖം ഒന്ന് നല്ലപോലെ ഒന്ന് ആവി പിടിക്കണം. ഇപ്പോൾ എപ്പോഴും ഒന്നും പിടിക്കണ്ട കേട്ടോ. ഞാനിപ്പം ഇതിപ്പം കഴിഞ്ഞ ദിവസം ഞാനൊന്ന് ചെയ്തതിന് ശേഷം പിന്നെ ഇന്നാണ് ഒന്ന് ആവിയൊക്കെ പിടിച്ചൊന്ന് ആവി പിടിച്ച് നമ്മൾ ചെയ്യാനുണ്ടല്ലോ, ഇച്ചിരി കൂടെ നല്ലപോലെ നമുക്ക് റിസൾട്ട് കിട്ടും. പെട്ടെന്ന് നമ്മുടെ സ്കിന്നുമായിട്ടത് ഇതാകും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് മുഖം ഒന്ന് ആവി പിടിക്കാൻ എൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലൊന്ന് നല്ലപോലെ ഒന്ന് മുക്കി ഒന്ന് ആവി പിടിക്കാം. മുക്കിക്കൊണ്ട് വരട്ടെ. ഞാൻ അവിടെ നിന്ന് കുറച്ചേരം ഒന്ന് ആവി പിടിച്ച് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത്രയും നേരം വെറുതെ വീടിലൂടെ വരണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് അടുക്കളയിൽ നിന്ന് തന്നെ. അപ്പോൾ വെള്ളമൊക്കെ അവിടെ തന്നെയാണെങ്കിലും വീണുള്ളൂ. ഇവിടെ നിന്ന് പിഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടെ മുഴുവൻ വെള്ളമാകും. അപ്പം നല്ലപോലെ ഞാനൊന്ന് ആവി പിടിച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ഞാൻ മുൾട്ടാണി മിട്ടിയാണ് എടുക്കുന്നത്. മുൾട്ടാണി മിട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എടുത്താൽ മതി. മുഖത്ത് തേക്കാനുള്ള ആവശ്യത്തിനനുസരിച്ച് മുൾട്ടാണി മിട്ടിയോ അല്ലെങ്കിൽ അരിപ്പൊടി എടുക്കാം, പിന്നെ കടലമാവ് എടുക്കാം, പിന്നെ നമ്മുടെ ഗോതമ്പൊടി ആണെങ്കിലും എടുക്കാം. പക്ഷേ ഈ മുൾട്ടാണി മിട്ടി എടുക്കുമ്പോഴാണ് ഇച്ചിരി കൂടെ റിസൾട്ട് നല്ലതായിട്ട് ഒന്നും കൂടെ കിട്ടുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് അരിപ്പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. ഞാൻ അരിപ്പൊടി കൊണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് തൈര്. ഇപ്പം തൈര് ചിലപ്പോൾ ഈ ഓയിലി സ്കിന്നായിട്ടുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. തൈര് മുഖം ഭയങ്കരമായിട്ടങ്ങ് ഓയിലി ആകും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ തേനോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ഉപയോഗിക്കാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇനി തൈര് വേണ്ടെന്നുള്ളവർക്ക് പാലാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തൈരെടുത്തത്. പിന്നെ തൈരെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗുണമുണ്ട്. ഈ കരിവാളിപ്പൊക്കെ മുഖത്ത് വെയിലൊക്കെ കൊണ്ടുവരുന്ന പ്രശ്നങ്ങളൊക്കെ തൈരിൻ്റെ ഇതുകൊണ്ട് ഒരു പരിധി വരെ നമ്മൾ തൈര് മുഖത്ത് വെച്ചാൽ നല്ലപോലെ മാറിക്കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൈര് തന്നെ അങ്ങ് എടുത്തത്. ഇതുകൊണ്ട് നല്ലൊരു കളറാണ് കിട്ടുന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് മുൾട്ടാണി മിട്ടി പൊടി ചേർക്കട്ടെ. ഇത് ഈ മുൾട്ടാണി മിട്ടിയുടെ പൊടി അത്ര നല്ലതാണോ എന്ന് എനിക്ക് സംശയം. ഈ അച്ചു മേടിച്ചോണ്ട് ലേഡി സെൻ്ററിൽ നിന്ന് മേടിച്ച ലേഡി, ഈ അങ്ങാടിക്കടയിൽ നിന്ന് മേടിക്കുന്ന പൊടിയായിട്ടോ നല്ല പൊടിയായിട്ട് കിട്ടുന്നത്. അരിപ്പൊടി കൊണ്ട് ചെയ്താൽ നല്ല ഇതായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇന്നാളെ അരിപ്പൊടി കൊണ്ടായിരുന്നു ചെയ്തത്. അപ്പം നല്ല റിസൾട്ടായിരുന്നു. മുൾട്ടാണി മിട്ടി കൊണ്ട് എനിക്ക് പ്രാവശ്യം ആദ്യമായിട്ട്, പക്ഷേ മുൾട്ടാണി മിട്ടി ഇട്ട് ചെയ്യുന്ന നല്ലതെന്നിങ്ങനെ പറയുന്നു കേട്ടോ. അപ്പം ഞാൻ തന്നാൽ അതിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പം മുൾട്ടാണി മിട്ടി ഒന്നും നമ്മുടെ വീട്ടിലൊന്നും എപ്പോഴും ഒന്നും കാണുന്ന സാധനമൊന്നുമല്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും അടുക്കളയുള്ളത് തന്നെ അരിപ്പൊടിയും ഗോതമ്പൊടിയും ഒക്കെയല്ലേ. കടലമാവും അപൂർവമുള്ള വീടുകളിലൊക്കെ കാണുന്നത്. ഇവിടെ ഞാൻ ഇന്നാളെ മുഖത്ത് വെക്കാൻ വേണ്ടി ഇച്ചിരി കടലമാവ് മേടിച്ച് ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് എടുത്തുള്ളൂ, ബാക്കി അവിടെ ഇരിപ്പുണ്ട്. അത് വേണേൽ എടുക്കാമായിരുന്നു. അപ്പം ഞാൻ ഇതൊന്നിട്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം മുഖം എല്ലാം നല്ല ഇതായി ഉണങ്ങി. ഇനി ഇതിലേക്ക് നമ്മളിതൊന്ന് തേച്ച് കൊടുക്കാം നമുക്ക്. ഒത്തിരി ലൂസായിട്ട് കുഴക്കല്ലേ, നമ്മുടെ മുഖത്ത് ഇത് ഇരിക്കുന്ന രീതിക്ക് വേണം, അല്ലെങ്കിൽ മേത്തൂടെ എല്ലാം ഒലിച്ചിറങ്ങുന്ന പോലെ ആകരുത്. മുഖത്തൂടെയൊക്കെ ഒലിച്ചിറങ്ങുന്ന പോലെ പുരട്ടരുത്, അല്ലാതെ നല്ല ഒരു ഇച്ചിരി ജെല്ലായിട്ട് നല്ല ഇതായിട്ട് ഇരിക്കണം. ഇത്തിരി ലൂസാകണ്ട. ഞാൻ ആദ്യം എൻ്റെ തലയിലുണ്ടല്ലോ ഈ റായ എന്ന് വെച്ചോട്ടെ. എന്നെ നിൽച്ചിട്ട് ഇവിടെ മുഴുവനും മുടിയാണ് മുഖത്തോട്ട്. ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഇത് തേക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ ഇവിടെ എല്ലാം മുടി കിളുക്കാൻ തുടങ്ങി. അതുണ്ടല്ലോ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഈ നമ്മൾ എണ്ണയിൽ മുഖത്തോട്ട് തേക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അത് മുഖത്തോട്ട് വന്നങ്ങ് ഇരിക്കും. ഇനി വന്നിരിക്കുക. എന്നിട്ട് നമ്മൾ പരട്ടുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ മുഖത്ത് മുടിയാണ് കൂടുതലും. എന്നിട്ടൊരു 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ.
ഇത് മസാജ് ചെയ്യട്ടെ. അപ്പം ഞാൻ ഒന്ന് നല്ലപോലെ മസാജ് ചെയ്ത് കേട്ടോ. ഇങ്ങനെയും ഞാൻ ഈ ഒരു കൈ കൊണ്ട് മാത്രമല്ല, എനിക്ക് ഈ ഒരു കൈ കൊണ്ട് മാത്രം മസാജ് ചെയ്യാൻ വശം. എല്ലാവരും 2 കൈ കൊണ്ടൊക്കെ ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ഉണ്ടല്ലോ അതിന് ഇങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്കിങ്ങനെ ഇതാണ് വശം. അപ്പോൾ ഇത് നമ്മൾ ഇച്ചിരി ഇരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇതങ്ങ് ഒരു ചെറിയ ഇട്ടങ്ങ് കട്ട പിടിക്കും കേട്ടോ. ഇപ്പോൾ വേണമെങ്കിൽ ഇച്ചിരി പാലോ അല്ലെങ്കിൽ റോസ് വാട്ടറോ എന്നാന്ന് വെച്ച് ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ഇത് ഇച്ചിരി കൂടെ ഒന്ന് ലൂസാക്കിയതിന് ശേഷം ഞാൻ കഴുത്തലുമൊക്കെ നല്ലപോലെ മസാജ് ചെയ്തു കേട്ടോ. കഴുത്തലുമൊക്കെ ചെയ്തതാണ്. ഇനി നമുക്കിത് മുഖത്തോട്ടിടാം. നമ്മൾ ഏത് പായ്ക്ക് ഇടുമ്പോഴും ഉണ്ടല്ലോ മുഖം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാമെങ്കിൽ നല്ലതാണ്. താഴെയൊക്കെ പോകുന്നു. ചെമ്പരത്തിപ്പൂ അരയ്ക്കാനൊന്നും വലിയ പാടൊന്നുമില്ല കേട്ടോ. കല്ലിലോട്ട് ചരലുമ്പോൾ ഇങ്ങനെ ഒന്ന് അരയ്ക്കാൻ പറ്റും, നല്ലപോലെ അരഞ്ഞ് കിട്ടും. താമസമൊന്നുമില്ല. പെട്ടെന്ന് നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്നതിനേക്കാൾ എളുപ്പമായിട്ട് എനിക്ക് തോന്നി. മിക്സിയിൽ അരച്ച് കഴിയുമ്പോൾ മിക്സിയുടെ ജാറ് കഴിയാനൊക്കെ സമയമെടുക്കും. അതേസമയം ഇതാകുമ്പോൾ നമുക്ക് കല്ലൊന്ന് കഴുകി അങ്ങ് വിട്ടാൽ മതി. പിന്നെ താളിയുടെ ഇതുപോലെ ഇരിക്കുന്നതുകൊണ്ട് വലിയ മിക്സിയുടെ ജാറിലൊന്നും പിടിക്കുകയില്ല. നിങ്ങൾക്ക് ഏതാ എളുപ്പം എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളുക. മുഖത്ത് മുഴുവൻ ഞാൻ നല്ലപോലെ പുരട്ടി. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം വേണം കേട്ടോ. ഒരു 10-20 മിനിറ്റ് നമ്മൾ ഇരിക്കേണ്ടി വരും. നല്ലപോലെ ഉണങ്ങണം, ഉണങ്ങിയിട്ട് വേണേ. ഇപ്പം ഞാൻ നല്ലപോലെ തേച്ചേക്കുന്നതുകൊണ്ട് അതിൽ കൂടുതൽ സമയം എടുക്കും ഉണങ്ങാനായിട്ട്. ഉണങ്ങിയതിന് ശേഷം നമുക്ക് കാണാം. എൻ്റെ മുഖത്ത് തേച്ചിട്ട് ഒരു 20 മിനിറ്റ് ആകുന്നു. ഞാൻ തുടച്ച് മാറ്റിട്ട് സ്കിന്നെ തൊടുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. എനിക്കൊന്ന് ആ ചെമ്പരത്തിൽ എന്നൊന്നും ഒരുമാതിരി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പോലെ തോന്നും. മുഖം മൊത്തം തുടച്ചെടുക്കട്ടെ. ആദ്യം കണ്ടതിലും വ്യത്യാസമില്ലേ? ഞാൻ കഴുകിയില്ല, മുഖം തുടച്ചതേ ഉള്ളൂ. ഇനി മുഖം നല്ലപോലെ ഒന്ന് കഴുകണം. എനിക്ക് പക്ഷെ നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ. മുഖത്തൊക്കെ എൻ്റെ ഇവിടെ ഇനിയുണ്ട്. മുഖം നല്ലപോലെ കഴുകിയാലേ മുഖത്ത് നല്ലപോലെ പോത്തുള്ളൂ. ഇങ്ങനെ തുടച്ച് കളയുന്നതിനൊക്കെ ശേഷം കഴുകി വിടുന്നതാണ്. കഴുകി കളയുമ്പോൾ നല്ലപോലെ പോകുള്ളൂ. അതുകൊണ്ട് ഞാൻ കൂടുതലും പായ്ക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നറിയാം, കുളിക്കാൻ കയറുന്നതിന് മുന്നേ മുഖം നല്ലപോലെ വാഷ് ചെയ്തേച്ച് മുഖത്ത് പറ്റി വെച്ച് ഷവറിൻ്റെ കീഴിലിട്ട് നമുക്കിപ്പോൾ കഴുകിയാൻ കളയാമല്ലോ. ഇങ്ങനെ തുടച്ച് കളയുന്നതിനേക്കാളൊക്കെ എളുപ്പം അങ്ങനെയാണ്. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്തത്. പിന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ വന്നിരുന്ന് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ. മുഖത്ത് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. എൻ്റെ പൊടി മീശയുണ്ട് എനിക്ക്. ഇത് കണ്ടപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മീശയൊക്കെ തെളിഞ്ഞ് കാണാം. കുഞ്ഞു കുഞ്ഞല്ല, ടേസ്റ്റ് സൈഡിലൊക്കെ നല്ലപോലെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഉണ്ട്, അത് ഞാൻ കളയുവാണ് ചെയ്യുന്നത്. ത്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകുന്നതല്ല കേട്ടോ ചെയ്യുന്നത്. വീട്ടിൽ തന്നെയാണ്. അതൊരു ദിവസം ഞാൻ അതൊരു വീഡിയോ ഇടാവേ, ത്രെഡ് ചെയ്ത് കളയുന്നതിൻ്റെ. അപ്പോൾ അത് നമുക്ക് നൂലുകൊണ്ട് തന്നെയാണ്. ത്രെഡ് എന്ന് പറയുമ്പോഴേ നൂലാണല്ലോ, അതുകൊണ്ട് കളയുമ്പോഴത്തേക്ക് നല്ലപോലെ പെട്ടെന്ന് കിളുക്കുകയല്ല. അങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊരു ദിവസം ഞാൻ വീഡിയോ ഇടാം. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോയുടെ കാര്യം പറയാം. നല്ല റിസൾട്ടാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒത്തിരി വ്യത്യാസം വന്നപോലെ എനിക്ക് തോന്നും മുഖത്ത്. ആദ്യം ഒരുമാതിരി കറുത്തായിരുന്നിരുന്ന മുഖം, അപ്പം അതിനൊക്കെ ഒരുപാട് മാറ്റം വന്ന് നല്ല ഒരു തെളിച്ചം വന്നു. അപ്പം നമ്മുടെ ചെമ്പരത്തിപ്പൂവും പിന്നെ എനിക്കൊന്ന് അരിപ്പൊടിയാന്ന് കേട്ടോ. ഇച്ചിരി നല്ല ഒരു റോസ് കളർ വന്നിട്ടുണ്ട് കേട്ടോ മുഖത്ത്.
ഒരു റോസ് കളർ. എനിക്കുന്ന ആ ചെമ്പരത്തിയുടെ പൂവിൻ്റെ അതൊന്ന് റോസ് കളർ പോലെ തോന്നുന്നത്, റോസ് പോലത്തെ കളർ അതിലുണ്ട്. എനിക്കൊന്ന് മുൾട്ടാണി മുട്ടിയേക്കാൾ ഇച്ചിരി കൂടെ നല്ല. ഇനി എൻ്റെ ഇരിക്കുന്ന ആ പൊടി നല്ലതാണോ എന്ന് എനിക്കറിയത്തില്ല, അതിൻ്റെ ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ അരിപ്പൊടി കൊണ്ട് ചെയ്തപ്പോൾ ഇച്ചിരി കൂടെ കളർ കൂടുതലായിട്ട് തോന്നിയത്. അപ്പം അരിപ്പൊടി കൊണ്ട് കയ്യിൽ അരിപ്പൊടി ഉള്ളവർ അരിപ്പൊടി കൊണ്ട് തന്നെ ചെയ്താൽ മതി. അല്ലാതെ മുഖത്തൊന്നും പോയിട്ടില്ല കേട്ടോ, ഇതെല്ലാം ഉണ്ട്. അപ്പം അരിപ്പൊടി കൊണ്ട് ചെയ്യോ അല്ലെങ്കിൽ കടലമാവ് കൊണ്ട് ചെയ്യോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇതാണേലും മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, തൈര് മുഖത്ത് ഓയിൽ സ്കിൻ ആയിട്ടുള്ളവർക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം. പിന്നെ അല്ല ഈ തൈരിന് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തതാണെങ്കിൽ പാലാണേലും ഉപയോഗിക്കാം. അങ്ങനെ ചെയ്താൽ മതി. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ. വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബ്യൂട്ടി ടിപ്സേ ഉള്ളൂ. അപ്പം കുക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ എടുത്തത് ഞാൻ പെൻഡിങ് വെച്ചേക്കാണ്. അത് നമ്മുടെ വീട്ടിലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്നേരത്തേക്ക് എന്നോടത്തൊന്ന് ഇന്ന് എടുക്കുന്ന ഈ വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ ഇടാതിരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നെറ്റ് ഇല്ലായിരുന്നു കേട്ടോ. നെറ്റ് ഇല്ലാത്തതുകൊണ്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കാണ് വന്നത്. അന്നേരം പിന്നെ വീഡിയോ ഇടേണ്ട സമയമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ ഇട്ടില്ല. ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് അന്നേരം ഞങ്ങൾക്ക് ഇങ്ങനൊരു വീഡിയോ ഇടാം കുക്കിങ്ങിൻ്റെ, നാളെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ. നമുക്കിനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.